ഹായ്, നമ്മൾ ഇന്നലെ കമൻസ് വരെ നോക്കി നിർത്തിയായിരുന്നു. ഇന്ന് നമുക്ക് വേരിയബിൾസ് എന്താണെന്ന് നോക്കാം. സിയിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വേരിയബിൾസ് ഉണ്ട്. എക്സാമ്പിളിന് ഇൻറ്റ്, ഫ്ലോട്ട്, ചാർ, ഇതൊക്കെ ഓരോ ടൈപ്പ് ഓഫ് വേരിയബിൾസ് ആണ്. ഇൻറ്റിൽ നമുക്ക് ഹോൾ നമ്പേഴ്സ് സ്റ്റോർ ചെയ്യാം. 123 -123 ഇങ്ങനെയുള്ള ഹോൾ നമ്പേഴ്സ് നമുക്ക് സ്റ്റോർ ചെയ്യാൻ സാധിക്കും. ഫ്ലോട്ടിൽ ഡെസിമൽ നമ്പേഴ്സ് സ്റ്റോർ ചെയ്യാം. 19.99 -19.99 ഇങ്ങനെയുള്ള. ചാറിൽ സിംഗിൾ ക്യാരക്ടേഴ്സ് സ്റ്റോർ ചെയ്യാം, ലൈക്ക് എ ബി. ഒരു വേരിയബിൾ നമുക്ക് എങ്ങനെ ഡിക്ലെയർ ചെയ്യുന്നത് നോക്കാം. ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യാൻ വേണ്ടി ആദ്യം അതിൻ്റെ ടൈപ്പ് എഴുതാം. ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഇൻറ്റ്, ഫ്ലോട്ട്, ചാർ ഇതിൽ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്ത് ഇവിടെ കൊടുക്കണം. ഈ വേരിയബിൾ നെയിം എന്ന് പറയുന്നത് വേരിയബിളിൻ്റെ പേരാണ്. അതിലോട്ട് അസൈൻ ചെയ്യുന്ന വാല്യൂ ഈക്വൽ ടു സൈൻ്റെ ഇപ്പുറത്ത് കൊടുക്കണം. ലുക്ക്, ഇവിടെ ഇൻറ്റ് മൈ നെയിം 15. ഇതിപ്പോൾ ഇതിൻ്റെ ടൈപ്പ്, പിന്നെ വേരിയബിൾ നെയിം മൈ നമ്പർ, ദെൻ ഈക്വൽ ടു. അത് ഈ വാല്യൂ നമ്മുടെ വേരിയബിളിലോട്ട് അസൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് വാല്യൂ ഇവിടെ 15 വാല്യൂ. ഓക്കെ, അടുത്തത് യു ക്യാൻ ആൾസോ ഡിക്ലെയർ എ വേരിയബിൾ വിത്തൗട്ട് അസൈനിങ് ദ വാല്യൂ. നമുക്ക് വാല്യൂ അസൈൻ ചെയ്യാണ്ട് തന്നെ ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യാം. എന്നിട്ട് പിന്നീട് നമുക്കത് ഡിക്ലെയറും ചെയ്യാം. ഡിക്ലെയറിങ് എ വേരിയബിൾ ഇൻറ്റ് മൈ നമ്പർ. ഇവിടെ നമ്മൾ വാല്യൂ കൊടുത്തിട്ടില്ല, ഇവിടെ ആണെങ്കിലോ വാല്യൂ കൊടുത്തിട്ടുണ്ട്. നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് അതിലോട്ട് വാല്യൂ അസൈൻ ചെയ്യാമെന്ന് പറഞ്ഞതാണ് ഇവിടെ ഉള്ളത്, മൈ നമ്പർ. ഇങ്ങനെ നമ്മൾ ലേറ്ററായിട്ട് വാല്യൂ അസൈൻ ചെയ്യുമ്പോൾ നമ്മൾ അതിൻ്റെ ടൈപ്പ് വിളിക്കേണ്ട കാര്യമില്ല. ടൈപ്പിംഗ് സ്പെസിഫൈ ചെയ്ത് കൊടുക്കണ്ട, ഇൻറ്റ് മൈ നമ്പർ എന്ന്. ഓക്കെ, output variables. We learned from the output chapter that you can output values print text with the printf functionality. ഈ printf functionality യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ വാല്യൂസും പിന്നെ ടെക്സ്റ്റും ഒക്കെ പ്രിൻ്റ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അത് നമ്മൾ നേരത്തെ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചായിരുന്നു. എക്സാമ്പിൾ ജസ്റ്റ് നിങ്ങളൊന്ന് നോക്കിയാൽ മതി, എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല. നമുക്കപ്പോൾ അടുത്ത ചാപ്റ്ററിലോട്ട് പോവാം. ഈ കാണുന്ന എക്സസൈസൊക്കെ നിങ്ങൾ ചെയ്യണം കേട്ടോ, സ്കിപ്പ് ചെയ്യരുത്. സി ഫോർമാറ്റ് സ്പെസിഫയേഴ്സ്. ഫോർമാറ്റ് സ്പെസിഫയേഴ്സ് ആർ യൂസ്ഡ് ടുഗദർ വിത്ത് ദ printf function to tell the compiler what type of data the variable is storing. ഏത് ടൈപ്പ് ഓഫ് വേരിയബിൾ ആണ്, ഡാറ്റയാണ് വേരിയബിൾ സ്റ്റോർ ചെയ്യുന്നതെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഫോർമാറ്റ് സ്പെസിഫയേഴ്സ് യൂസ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് ബേസിക്കലി എ പ്ലേസ് ഹോൾഡർ ഫോർ ദ വേരിയബിൾ വാല്യൂ. എ ഫോർമാറ്റ് സ്പെസിഫയർ സ്റ്റാർട്ട്സ് വിത്ത് എ പെർസെൻറ്റേജ് സൈൻ ഫോളോഡ് ബൈ എ ക്യാരക്ടർ. ഒരു ഫോർമാറ്റ് സ്പെസിഫയർ സ്റ്റാർട്ട് ചെയ്യുന്നത് പെർസെൻറ്റേജ് സൈനിലാണ്. For example, to output the value of an int variable, use the format specifier %d. ഒരു ഇൻറ്റീജർ പ്രിൻ്റ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഫോർമാറ്റ് സ്പെസിഫയർ ആണ് %d. എക്സാമ്പിൾ ഇൻറ്റ് മൈ നം 15 printf %d, മൈ നമ്പർ. മൈ നമ്പർ എന്ന് പറയുന്നത് ഈ വേരിയബിളിനെ ഇവിടെ കോൾ ചെയ്യുക. ഇവിടെ നമ്മൾ ഫോർമാറ്റ് സ്പെസിഫയർ ഇനിഷ്യലൈസ് ചെയ്തിട്ടുണ്ട്. സോ ഇവിടെ 15 എന്ന ഔട്ട്പുട്ട് കിട്ടും. നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആൻസർ കിട്ടി. അടുത്ത് ടു പ്രിൻറ്റ് അതർ ടൈപ്സ് യൂസ് %c ഫോർ ക്യാരക്ടർ. ക്യാരക്ടർ പ്രിൻ്റ് ചെയ്യുന്ന ടൈമിൽ %dക്ക് പകരം c ആണ് കൊടുക്കേണ്ടത്. ആൻഡ് ഫ്ലോട്ട് പ്രിൻ്റ് ചെയ്യുമ്പോൾ %f മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ എറർ വരും, അല്ലെങ്കിൽ വാല്യൂ കിട്ടത്തില്ല. ഇവിടെ എക്സാമ്പിൾ എടുത്തിട്ടുണ്ട്. ഇൻറ്റ് മൈ നം ഈസിക്കൽ ടു 15 ഫ്ലോട്ട് മൈ ഫ്ലോട്ട് നം 5.99 ക്യാരക്ടർ മൈ ലെറ്റർ d. ഇവിടെ നമ്മൾ ഇൻറ്റീജർ പ്രിൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫോർമാറ്റ് സ്പെസിഫയർ %d ആണ് യൂസ് ചെയ്തേക്കുന്നത്. ഇവിടെ %f, ഇവിടെ %c വന്നത് അത് ക്യാരക്ടർ ആയതുകൊണ്ട് നമുക്കൊന്ന് ട്രൈ ഔട്ട് ചെയ്യാം. ലുക്ക്, ഇവിടെ നമ്മൾ printf %d /n യൂസ് ചെയ്തുകൊണ്ടാണ് നെക്സ്റ്റ് ലൈനിൽ വന്നത്. മൈനം എന്ന് പറഞ്ഞാൽ എത്ര? 15. 15 പ്രിൻ്റായി.
%n /n യൂസ് ചെയ്തുകൊണ്ട് നെക്സ്റ്റ് ലൈനിൽ വന്നു. അടുത്ത നമ്മൾ പ്രിൻ്റ് ചെയ്യാൻ പോകണം മൈ ഫ്ലോട്ട് നമ്പർ %f യൂസ് ചെയ്തതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ അത് ഒരു ഫ്ലോട്ടിംഗ് നമ്പറാണ്. അടുത്ത %c ക്യാരക്ടർ ആയതുകൊണ്ടാണ്. ഓക്കെ, to combine both text and a variable, separate them with a comma inside the printf function. ഇത് നിങ്ങൾക്ക് പറയേണ്ട കാര്യമില്ലെന്ന് തോന്നുന്നു. ടെക്സ്റ്റും വേരിയബിളും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ കോമ യൂസ് ചെയ്താൽ മതി. ഓക്കെ, ടെക്സ്റ്റ് എപ്പോഴും ഡബിൾ കോട്ട്സിൻ്റെ അകത്ത് വേണം കൊടുക്കാൻ. എക്സാമ്പിൾ ജസ്റ്റ് ഒന്ന് കാണിച്ചാൽ കണ്ടോ, ഇൻറ്റ് മൈനം 15 printf my favorite number is %d എന്ന് പറഞ്ഞാൽ ഇൻറ്റിന് ഉപയോഗിക്കുന്ന ഫോർമാറ്റ് സ്പെസിഫയർ ആണ്. കോമ മൈനം എന്ന് പറയുന്നത് ഈ വേരിയബിൾ. അപ്പോൾ നമുക്ക് മൈ ഫേവറേറ്റ് നമ്പർ ഈസ് 15 എന്ന് ഈ ആൻസർ കിട്ടി. ഒരു പ്രിൻ്റ് ഫംഗ്ഷനിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വേരിയബിൾ പ്രിൻ്റ് ഔട്ട് ചെയ്യണമെങ്കിൽ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്താൽ മതി. മൈനം ഈസിക്കൽ %d. ഈ മൈനം ഇവിടെ പ്രിൻ്റ് ആവും. %d യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇൻറ്റീജറിൻ്റെ ഫോർമാറ്റ് സ്പെസിഫയർ ആണ് %d. ആൻഡ് മൈ ലെറ്റർ ഈസ് %c ക്യാരക്ടർ. സോ ഇത് എന്താ ഈ %d വിളിച്ചിട്ട് 15ഉം ലെറ്റർ ഈസ് d എന്നും വരും. ഓക്കെ, പ്രിൻറ്റ് വാല്യൂസ് വിത്തൗട്ട് വേരിയബിൾ എന്ന് പറഞ്ഞാൽ സിമ്പിളാണ്. സംഭവം ഇത്രയേ ഉള്ളൂ. നമുക്ക് ഫോർമാറ്റ് സ്പെസിഫയർ ഉപയോഗിച്ച് വാല്യൂസ് പ്രിൻ്റ് ഔട്ട് ചെയ്യാം. അത് വേരിയബിളിനുള്ളിലോട്ട് സ്റ്റോർ ചെയ്യാനുണ്ട്. അതിന് എക്സാമ്പിളാണ് printf മൈ ഫേവറേറ്റ് നമ്പർ ഈസ് %d, കോമ 15 കൊടുത്തു. ഈ %d എന്ന് പറഞ്ഞാൽ ഇൻറ്റീജറിനെ പ്രിൻ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ്. സോ 15 കൊടുത്തത് ഈ ഇൻറ്റീജർ ഈ %d ഇവിടെ അസൈൻ ആവും. എന്നിട്ടത് പ്രിൻ്റ് ചെയ്യും. നമുക്ക് നോക്കാം. കണ്ടോ ഇത് നിങ്ങൾ മറക്കാണ്ട് ചെയ്യുക, ഈ എക്സസൈസ് ചെയ്യുക. എന്നിട്ട് നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ ഒന്ന് കമൻ്റ് ആയി ഇടുക. സി variable value. Change variable values. If you assign a new value to an existing variable, it will override the previous one. എന്ന് വെച്ചാൽ ഇപ്പോൾ ഇൻറ്റ് മൈനം ഈസിക്കൽ 15 എന്ന് കൊടുത്തു. അടുത്ത് മൈനം ഇവിടെ വന്നിട്ട് 10 എന്ന് കൊടുത്തു. അപ്പോൾ ഈ മൈനം ആദ്യം നമ്മൾ 15 എന്ന് കൊടുത്തു. എന്നിട്ട് അതേ വേരിയബിളിൽ നമ്മൾ 10 അസൈൻ ചെയ്തു. അപ്പോൾ അത് ഓവർ റൈറ്റ് ചെയ്യും. അപ്പോൾ പഴയതിനെ മാറ്റിയിട്ട് പുതിയത് റീപ്ലേസ് ആവും. അപ്പോൾ ഇവിടെ മൈനം 10 എന്ന് കൊടുത്തല്ലോ, ഇനി മൈനം പ്രിൻ്റ് ചെയ്താൽ 10 എന്ന് പ്രിൻ്റ് ആകത്തുള്ളൂ. കണ്ടോ, %d മൈനം 10 എന്ന് വന്നു. നമ്മുടെ ഈ വേരിയബിളിന് മാറ്റമൊന്നുമില്ല കേട്ടോ രണ്ട് സ്ഥലത്തും. കണ്ടോ, ഇൻറ്റ് മൈനം ഈസിക്കൽ 15. രണ്ടാമത് എൻ്റെ ടൈപ്പ് സ്പെസിഫൈ ചെയ്തതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ആദ്യമേ സ്പെസിഫൈ ചെയ്തിട്ടുണ്ട് മൈനം എന്ന് പറയുന്ന ഇൻറ്റ് ടൈപ്പാണെന്ന്. സോ നമ്മൾ രണ്ടാമത് സ്പെസിഫൈ ചെയ്യേണ്ട കാര്യമില്ല. സോ രണ്ടാമത് എൻ്റെ വേരിയബിൾ നെയിം വിളിച്ചു, എന്നിട്ട് പുതിയ വാല്യൂ അസൈൻ ചെയ്തു ഇതിലോട്ട്. അത് 15ന് ഓവർ റൈറ്റ് ചെയ്തു ഈ മൈനം എന്ന് പറയുന്നത്. എന്നിട്ട് അവിടെ 10 മൈനം എന്നുള്ള 10. അതുകൊണ്ടാണ് %d ഫോർമാറ്റ് സ്പെസിഫയർ. പിന്നെ മൈനം വാല്യൂ കോൾ ചെയ്തു. അപ്പോൾ ഈ വേരിയബിൾ പ്രിൻ്റ് ഔട്ട് ചെയ്യും. അതാണ് ഈ 10 ഇവിടെ വന്നേക്കുന്നത്. You can also assign the value of one variable to another. Int mynum 15. Int my other number 23. mynum is equal to my another number. ഇപ്പോൾ നമ്പർ എന്ന് പറയുന്ന വേരിയബിളിലോട്ട് മൈ അനദർ നമ്പർ എന്ന് പറയുന്ന വേരിയബിൾ അസൈൻ ചെയ്തു. സോ ഇനി നമ്മളിത് പ്രിൻ്റ് ചെയ്യാൻ നോക്കിയാൽ 23 പ്രിൻ്റ് ആവത്തുള്ളൂ. നമുക്ക് ചെക്ക് ചെയ്യാം. കണ്ടോ, ഇൻറ്റ് മൈ നമ്പർ ആദ്യം 15 ആയിരുന്നു. നമ്മൾ പഠിച്ചത് വെച്ചിട്ട് ഇൻറ്റ് മൈ നമ്പർ എന്ന് പറഞ്ഞാൽ 15 ആയിരുന്നു. ഇൻറ്റ് മൈ അനദർ നമ്പർ ഇത് പുതിയ വേരിയബിളാണ്. സോ അതിൽ നമ്മൾ 23 അസൈൻ ചെയ്തു. ഓക്കെ, ഇവിടെ എന്ന് പറഞ്ഞാൽ മൈ നം ഈസ് ഈക്വൽ ടു മൈ അനദർ നമ്പർ. ഈ മൈ നമ്മിലോട്ട് മൈ അനദർ നമ്പർ അസൈൻ ചെയ്തു.
അപ്പോൾ ഈ മൈ അതർ നമ്പർ എന്ന് പറഞ്ഞാൽ 23 ആണ്. അപ്പോൾ 23 മൈ നമ്മിലോട്ട് അസൈൻ ചെയ്തു. അപ്പോൾ ഇനി മൈ നം എന്ന് പറയുന്നത് 23 ആണ്. ഓക്കെ, മനസ്സിലായോ? മനസ്സിലായിട്ടില്ലെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കുക, ഞാനത് ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം. ഇനി നമുക്ക് അടുത്തൊരു എക്സാമ്പിൾ നോക്കാം. ഇൻറ്റ് മൈ നം 15, ഇൻറ്റ് മൈ അതർ നമ്പർ ഈസ് ഈക്വൽ ടു മൈ നം. ഇവിടെ സംഭവിച്ചതെന്ന് വെച്ചാൽ മൈ അതർ നമ്മിൽ നമ്മൾ വാല്യൂ അസൈൻ ചെയ്തിട്ടില്ല. ഓൾറെഡി മൈ നമ്പർ എന്ന് പറയുന്നത് 15 ആണ്. അപ്പോൾ ഇവിടെ സംഭവിച്ചത് ഈ 15 ഇതിലോട്ട് അസൈനായി. അപ്പോൾ ഇനി നമ്മൾ മൈ അതർ നം പ്രിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 15 എന്ന ആൻസർ കിട്ടും. കണ്ടോ? മനസ്സിലായിട്ടില്ലെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കുക കേട്ടോ. ആഡ് വേരിയബിൾസ് ടുഗദർ. ഇൻറ്റ് എക്സ് ഈസ് ഈക്വൽ ടു 5, ഇൻറ്റ് വൈ ഈസ് ഈക്വൽ ടു 6, ഇൻറ്റ് സം. പുതിയ വേരിയബിൾ നമ്മളിവിടെ ഡിക്ലെയർ ചെയ്തു. ആ വേരിയബിളിലോട്ട് വാല്യൂ അസൈൻ ചെയ്യുന്നു. എക്സ് എന്ന് പറഞ്ഞാൽ 5 പ്ലസ് വൈ എന്ന് വെച്ചാൽ 5 പ്ലസ് 6. അപ്പോൾ 5 പ്ലസ് 6 11. നമുക്ക് സമ്മ് പ്രിൻ്റ് ചെയ്യുമ്പോൾ 11 കിട്ടുമെന്ന് നോക്കാം. കണ്ടോ? 11 കിട്ടി. ഇത് ട്രൈ ഔട്ട് ചെയ്യുക. എക്സസൈസ് ഒക്കെ സ്കിപ്പ് ചെയ്യരുത്. മൾട്ടിപ്പിൾ വേരിയബിൾസ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഇൻറ്റ് എക്സ് 5, വൈ ഈസ് ഈക്വൽ ടു 6, ഇസഡ് ഈസ് ഈക്വൽ ടു 15. ഇത് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് എഴുതാം, ഈ ഒരു രീതിക്ക് എഴുതാം. കാര്യം ഇത് ഫുള്ള് ഇൻറ്റീജേഴ്സാണ്. ഓക്കെ. ടു ഡിക്ലെയർ മോർ ദാൻ വൺ വേരിയബിൾ ഓഫ് സെയിം ടൈപ്പ് യൂസ് എ കോമ സെപ്പറേറ്റഡ് ലിസ്റ്റ്. കണ്ടോ? ഇത് ഒരേ ടൈപ്പിലുള്ള വേരിയബിൾസ് അല്ലേ. അത് അസൈൻ ഡിക്ലെയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കോമ സെപ്പറേറ്റ് ചെയ്ത് എഴുതാം. എക്സ് ഈസ് ഈക്വൽ ടു 5, വൈ ഈസ് ഈക്വൽ ടു 6, ഇസഡ് ഈസ് ഈക്വൽ ടു 50, ഇത് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. കണ്ടോ? ഇവിടെ നമ്മളിത് കൂട്ടുക ചെയ്താൽ കണ്ടോ? പെർസെൻറ്റേജ് ഡി, എക്സ് പ്ലസ് വൈ പ്ലസ് ഇസഡ്. അതുകൊണ്ടാണ് 60 വേണമെന്നൊരു ആൻസർ നമുക്ക് കിട്ടിയത്. ഓക്കെ. You can also assign the same value to multiple variables of the same type. നമുക്ക് അതേ സെയിം ടൈപ്പിലുള്ള വേരിയബിൾസിലോട്ട് ഒരു വാല്യൂ അസൈൻ ചെയ്യാം. എക്സ് വൈ ഇസഡ് ഇത് നമ്മൾ ഓൾറെഡി ഇനിഷ്യലൈസ് ചെയ്തു. എന്നിട്ട് എക്സ് ഈസ് ഈക്വൽ ടു വൈ ഈസ് ഈക്വൽ ടു ഇസഡ് ഈസ് ഈക്വൽ ടു 50. അപ്പോൾ ഇത് 3 ഇപ്പോൾ 50 ആണ്. എക്സിൻ്റെ വാല്യൂ 50 ആണ്, വൈയുടെ വാല്യൂ 50 ആണ്, ഇസഡിൻ്റെ വാല്യൂ 50 ആണ്. അപ്പോൾ നമുക്ക് 150 എന്ന് വരണം. ഇത് 3 കൂടെ കൂട്ടുമ്പോൾ 150 എന്ന് വന്നു. ഈ എക്സസൈസ് സ്കിപ്പ് ചെയ്ത് എല്ലാവരും നോക്കി ചെയ്യുക. സി വേരിയബിൾ നെയിംസ്. ഇത് ജസ്റ്റ് നിങ്ങൾക്ക് വായിച്ചാൽ മതി, നിങ്ങൾക്കത് മനസ്സിലാവും. അതുകൊണ്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. വായിക്കാണ്ടിരിക്കരുത്, വായിക്കുക. പിന്നെ അടുത്ത് ഈ റിയൽ ലൈഫ് എക്സാമ്പിൾസ് ചെയ്യുക, നല്ലതാ. ചെയ്തിട്ട് നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ ഇൻഫോം ചെയ്യുക. ഒരു പേസ്റ്റ് ബിൻ എന്ന് പറഞ്ഞൊരു ടൂളുണ്ട്. ആ ടൂളിൽ ഇത് വർക്കൗട്ട് ചെയ്തിട്ട് ആൻസേഴ്സ് നമ്മുടെ ഈ കമൻറ്റ് സെക്ഷനിൽ ഒന്ന് പറ്റുമെങ്കിൽ പേസ്റ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത് ഡാറ്റ ടൈപ്സിനെ കുറിച്ച് പഠിക്കാം അടുത്ത ട്യൂട്ടോറിയലിൽ. അപ്പോൾ